ഇവിടെ കയറിയിട്ടത് ഞാൻ വേണേ ഓട്ടോ സ്റ്റാൻഡ് വരെ കൊണ്ടുവിടാം. പക്ഷെ 10 രൂപ വരണം. ഓ തരാലോ. ഇനി മേല ഞാൻ നടക്കുന്നതിന് കുറുകെ കയറ് കെട്ടുവോ? വേദന എടുക്കുന്നുണ്ടോ? അപ്പൊ ഇനി ചരട് വലിക്കുമ്പോ ഈ വേദന ഓർമ്മ വെക്കണം കേട്ടോ. എന്നാ ഇനി ചേട്ടനൊരു ഓട്ടോ വിളിച്ചേ. ഉറക്കെ വിളിക്കടാ. ഈ ലോകത്തിന്റെ പ്രശ്നം എന്താണെന്നറിയോ? കാഴ്ചയുണ്ട്, പക്ഷെ കാഴ്ച പാടില്ല. ചില കാര്യങ്ങൾ അറിയാൻ എന്തിനാണ് കണ്ണ്? യു ക്യാൻ ഫീൽ ഇറ്റ്. ഫോർ എക്സാമ്പിൾ മ്യൂസിക്. നന്നായി ആസ്വദിക്കണമെങ്കിൽ കണ്ണടച്ച് കേൾക്കണം എന്ന് പറയാറില്ലേ? അതുപോലെ ഒന്ന് കാതോർത്താൽ ഈ ലോകത്തിലെ എല്ലാത്തിനും ഒരു താളമുണ്ട്. ആ ഒരു താളത്തിലാണ് ഞാനും എൻ്റെ ജീവിതവും. നോ വറീസ്, നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ്, ജസ്റ്റ് മ്യൂസിക്. എല്ലാവർക്കും അറിയേണ്ടത് കണ്ണ് കാണാത്തവരുടെ പ്രശ്നങ്ങളാണ്. പക്ഷെ ഞാൻ അന്വേഷിക്കുന്നത് അവരുടെ നേട്ടങ്ങളെ പറ്റിയാണ്. നേട്ടങ്ങളാണല്ലോ ജീവിക്കാനുള്ള ഇൻസ്പിറേഷൻ. എന്നെപ്പോലൊരു ആർട്ടിസ്റ്റ് തിരയുന്നതും ഇൻസ്പിറേഷനാണ്. എന്നിട്ടെന്താ? ഭാഗ്യത്തിന് ആ സമയത്ത് അവരുടെ കെട്ടിയോ വന്നുകൊണ്ട് പീഡനം വരെ എത്തിയില്ല. ദയവ് ചെയ്ത് ഇനി ട്യൂഷൻ എന്നും പറഞ്ഞ് എന്നെ അങ്ങോട്ട് പറഞ്ഞയക്കരുത്. എനിക്ക് കോമ്പറ്റീഷന് പ്രിപ്പയർ ചെയ്യാനുള്ളത്. എടാ, അപ്പൊ നിനക്ക് യൂറോപ്പിൽ പോകാനുള്ള പൈസ ഉണ്ടാക്കണ്ടേ? ഓ, അതും ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിക്കോളാം. എടാ, നീ ഒന്ന് കണ്ണടച്ചാൽ ആ മിസ്സിസ് സാമുവൽ യൂറോപ്പിൽ എന്നല്ല ലോകം മുഴുവൻ നിന്നെ ഇട്ട് കറക്കും. ഈ പണി ചെയ്ത് എനിക്ക് ഏതായാലും യൂറോപ്പിൽ പോകണ്ട. ഓ, എന്നെ ആരും കൊണ്ടുപോകാൻ വേണ്ട. ഞാൻ താനേ പോയിക്കോളാം. എനിക്ക് വേണ്ട. എന്നാ സാർ എടുക്കേ. ഏതെടുക്കും? നമുക്ക് ഈ സാറിനോട് ചോദിക്കാം. സാറേ, ഇയാൾക്ക് ഒരു നല്ല നമ്പർ എടുത്തു കൊടുത്തേ. നമ്പർ നല്ലതാണോ ചീത്തയാണോ എന്ന് ഞാൻ എങ്ങനെ അറിയാനാ? സാറിന്ന് തൊട്ടാ മതി, ബാക്കി വല്ലാർപാടത്തമ്മ നോക്കിക്കോളും. അടിക്കോ? ആ, നല്ല നമ്പർ, ഉറപ്പായിട്ട് അടിക്കും. ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റ്. എന്താ? സിമി, സിമി, എന്ത് പറ്റിയിട്ടാണ്? നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു അല്ലേ? എന്തൊക്കെയാ നീ പറയുന്നത്? സത്യം പറ, ഞാനല്ലാതെ നിങ്ങളുടെ ലൈഫിൽ മറ്റാരെങ്കിലും ഉണ്ടോ? പറ. നോ ഡിയർ, നോ. അപ്പൊ ഞാൻ കണ്ടതോ? എന്ത്? എപ്പോ? Stop it. You're a liar. I'm going to kill you. ഇല്ല, പ്ലീസ്, ഇല്ല, പ്ലീസ്. Nothing like that. Please. എന്താ? എടോ മണ്ടൂസേ, ഞാനിന്ന് പങ്കെടുത്ത ഓഡിഷൻ ഇല്ലേ, അതിലെ പാർട്ടാ. എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? And you fell for it. അയ്യോ, my God. ഉദേ, എല്ലാം ഓക്കെയാ. പക്ഷേ അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു ഡോക്ടറിന്റെ ക്യാരക്ടർ ഉണ്ട്. അത് നമ്മുടെ ലാലേട്ടനെ കൊണ്ട് ചെയ്യിപ്പിച്ചാലേ പ്രൊഡ്യൂസർ പടം തന്നെ ചെയ്യുള്ളൂ. പ്ലീസ്, നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ? ഓക്കേ, ഒന്ന് സൂചിപ്പിക്കുവോ? നമ്മുടെ ലാലല്ലേ? ഞാൻ പറയാം. പ്രോമിസ്? ഓക്കേ. മോളെ, ഫസ്റ്റ് സെമ്മിന്റെ റിസൾട്ട് ഒക്കെ വന്നു. ആ, അമ്മയോട് സംസാരിക്കും. ഹായ് പ്രഭ, ഹൗ ആർ യു ഡൂയിങ്? നിന്റെ സ്കൂളിലെ പ്രൊജക്റ്റ് ഒക്കെ കഴിഞ്ഞോ? യെസ്, ഡാഡിയുടെ ഈ മാസത്തെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞോ? ഈ ചെക്കപ്പിൽ എവറിത്തിങ് ലുക്സ് ക്വൈറ്റ് നോർമൽ. ഇപ്പോ നടക്കാനൊക്കെ പോകുന്നുണ്ടല്ലോ അല്ലേ? യാ, ഡെയിലി 2 hours. ഓക്കേ ആൻഡി, ബൈ.
എന്താ ഉദയ് ഇത്ര പെട്ടെന്ന് അവള് കട്ട് ചെയ്തത്? എന്തെങ്കിലും സിഗ്നൽ പ്രോബ്ലം ആയിരിക്കും. അവളുടെ ഒരു ആന്റി ആന്റി എന്നുള്ള വിളി. അറ്റ്ലീസ്റ്റ് സിമ്മിന്ന് വിളിച്ചൂടെ? ജസ്റ്റ് ഗിവ് her some time. ഉദയ്, ആ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഇനി എപ്പോഴാ? എന്ത് വിളിച്ചാ എന്താ? വാട്ട് വി നീഡ് ഇസ് ലവ്. സോ നൗ ഫോർ ദ മെയിൻ കോഴ്സ്. നമ്മുടെ ഡിഷ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ക്രാബിനെ കൊല്ലണം. പക്ഷേ എനിക്ക് കൊല്ലുന്നത് ഇഷ്ടമല്ല. സോ ഞാൻ ഏകദേശം 2 hours ക്രാബിനെ നല്ല ഡീപ് ഫ്രീസറിൽ വെക്കുന്നു. അവൻ നല്ല സുഖമായി ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ അവനെ എടുത്ത് നല്ല തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇടുന്നു. അങ്ങനെ വേദന അറിയാത്ത ഒരു മരണം. By the way, guys, did you know crab meat is an aphrodisiac? അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയണമെങ്കിൽ just ask Google. പിന്നെ ഭാര്യമാരെ കേൾക്കണ്ട. വാട്ട് എ പെർഫോമൻസ്. Really? എക്സലന്റ്. നീ ഉടനെ ടിവിയിൽ ഒരു ഷോ ചെയ്യണം. ഞാൻ വിളിച്ചു പറയാം. How sweet. A show with hot and sexy Simi. Super. Oh. ഹലോ. ആ, ടെൽ മീ. ഇപ്പൊ തന്നെയാ? ഓക്കെ, ഐ വിൽ കം. സോറി, ഐ ഹാവ് ടു ഗോ. എന്താ ഉദയ്? ബൈ. ഐ വിൽ ബി ബാക്ക് സൂൺ. ഓക്കെ. ഡാഡ് അതൊക്കെ വാങ്ങി ഒന്ന് വെക്കോ, ഒന്ന് ഫോൺ വെക്കോ. എന്റെ കൊച്ച് എവിടെ നോക്കിയാണ് ഓടിക്കുന്നത്? അതിന്റെ ഫോണിക്കുള്ള പറച്ചിൽ നിർത്ത്. ഓരോരുത്തരും ഇറങ്ങിക്കോളും. അടുത്തത് തനിക്കെന്താ കണ്ണാണ് ഇവിടെ? സോറി, ഐ എം സോ സോറി. ഞാൻ കണ്ടില്ലായിരുന്നു. എക്സ്ട്രീംലി സോറി. ഹിയർസ് യുവർ കോഫി. കഴിക്കാൻ എന്തെങ്കിലും പറയട്ടെ? ഞാൻ കഴിച്ചതാ, എന്നാലും പറഞ്ഞോ. ആ ഇടിയിലൊക്കെ ദഹിച്ചു പോയെന്ന് തോന്നുന്നു. ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്ന റിസ്ക് അല്ലേ? ഒരു പട്ടിയെ കൂടെ കൂട്ടിക്കൂടെ, ലൈക്ക് ഗൈഡ് ഡോഗ് ഓർ സംതിങ്? എന്നിട്ട് ആ പട്ടിയുടെ കാര്യമായിരുന്നു നോക്കൂ. യാ, ശരിക്കൊന്നും പറ്റിയില്ലല്ലോ. പറ്റിയില്ലാന്ന് തോന്നുന്നു. ഇനി ചത്താലും വേണ്ടില്ല, ഈ കയ്യിനും കാതിനൊന്നും പറ്റാതിരുന്നാ മതി. അതെന്താ? ഇത് നാളെ ലോകം അറിയേണ്ട ഒരു മ്യൂസീഷ്യന്റെ വിരലുകളാ. മ്യൂസിഷ്യൻ? പിയാനിസ്റ്റ്. പിയാനോ? റേ മാത്യൂസ്. ആന. സോറി സോറി സോറി. Wow. Ray, meet my dad, Simon. Dad, this is Ray. ഹലോ സർ. Hey. Hi. Where did you find him? By accident. Okay. Ray, വൈകിട്ട് എന്താ പരിപാടി? വൈകിട്ട് If you don't mind, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഷോ. റേയുടെ കണ്ണിന് എന്താ പറ്റിയത്? ജനിച്ചപ്പോഴേ എങ്ങനെയായിരുന്നോ അതോ? പണ്ടൊരു അണ്ടർ 14 ക്രിക്കറ്റ് ടൂർണമെന്റ് കളിക്കാൻ പോയതാ. തലയിൽ ബോളും ഉണ്ട്. അയ്യോ, എന്നിട്ടെന്താ, അടുത്ത ബാറ്റ്സ്മാൻ കളിക്കാൻ ഇറങ്ങി. ആ കളി ജയിക്കുകയും ചെയ്തു. നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിച്ചാലോ? ഷോ,